ഇടുക്കിയിൽ കപ്പ കഴിക്കാത്തവരായി ആരും തന്നെയില്ല. കപ്പയുടെ നാടാണ് മലനാടും മലയോരവും. പക്ഷേ കപ്പത്തൊലി പിന്നീട് എങ്ങനെയാണ് വിഷമയമാകുന്നത്? കപ്പത്തൊലി മാത്രമല്ല, കപ്പക്കുള്ളിലുമുണ്ട് സയനൈഡ് പോലുള്ള ഗുരുതരമായ വിഷാംശങ്ങൾ. അത് കൈകാര്യം ചെയ്യുന്നതിൽ ഒരൽപ്പം സൂക്ഷ്മത പുലർത്തണമെന്ന് മാത്രം. കപ്പക്കുള്ളിലെ സയജനിക് ഗ്ലൂക്കോസൈഡുകളായ ലിനാമാരിനും ലോട്ടാസ്റ്റാറിനുമാണ് എൻസൈമുകളെ ഹൈഡ്രജൻ സയനൈഡാക്കി മാറ്റുന്നത്. 1 കിലോഗ്രാം കപ്പയിൽ 20 മില്ലിഗ്രാം സയനൈഡ് ഉണ്ടാകും. അതായത് ഒരു എലിയെ കൊല്ലാൻ ഇതിൽ 2.5 മില്ലിഗ്രാം മാത്രം മതിയെന്ന് ഓർക്കണം. കയ്പുള്ള അഥവാ കട്ടുള്ള കപ്പയാണെങ്കിൽ അത് 1 ഗ്രാം വരെയാകാം. പച്ചക്കപ്പയിലുള്ളതിനേക്കാൾ സയനൈഡുകൾ പച്ചക്കപ്പ തൊണ്ടിലുണ്ട്. ഇത് പശുവിനുള്ളിലെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസത്തെ തടയുന്നു. അതായത് ശ്വസന പ്രക്രിയയെ ബാധിക്കുന്നുവെന്ന് പറയാം. ഇത് ബാധിക്കുന്നതോടുകൂടി പശുവിനെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. അങ്ങനെ ഓക്സിജൻ ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും എത്താതെ മരണം സംഭവിക്കും. നേരത്തെ കപ്പത്തൊലി പശുവിന് നൽകുന്നതിന് മുൻപ് 2 ദിവസം വരെ വെയിലത്തിട്ട് വാട്ടുമായിരുന്നു. ഇങ്ങനെ ചെയ്താൽ സയനൈഡ് ഇല്ലാതാകും. പിന്നീട് കപ്പത്തൊലി തിളപ്പിച്ച ശേഷം അത് ഉണക്കിയാണ് കാലിത്തീറ്റയിൽ കലർത്തി പശുവിന് നൽകിയിരുന്നത്. കപ്പ പാചകം ചെയ്യുന്നതിന് മുൻപ് നമ്മളത് പലതവണ കഴുകും. അതിനുശേഷം തിളപ്പിക്കും. തിളപ്പിച്ചാറ്റിയ വെള്ളം കളഞ്ഞ് ഒരിക്കൽ കൂടി തിളപ്പിക്കും. സയനൈഡിനെ ഇല്ലാതാക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. കപ്പത്തൊലി പശുക്കൾക്ക് നൽകുമ്പോഴും ഇതേ രീതി തന്നെ പിന്തുടരണമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.